എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതേ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെയുള്ള ഒരു കട്ടിപ്പരിപ്പാണ്. പക്ഷെ അത്രയ്ക്കും ടേസ്റ്റൊക്കെ ഉണ്ടാകുമെന്ന് നമുക്കറിയത്തില്ല. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സദ്യക്കൊക്കെ പോകുമ്പോൾ കട്ടിപ്പരിപ്പാണ് ഞാൻ ആദ്യം കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. നമുക്ക് കട്ടിപ്പരിപ്പ് എത്രയാണോ ഉണ്ടാക്കേണ്ടത് അതനുസരിച്ച് ഓരോ വീടുകളിലും ഡിഫറൻ്റ് ആയിട്ടുള്ള എമൗണ്ട് എടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കപ്പിൽ കൂടുതലുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം വറുത്തെടുക്കണം. ഓക്കെ, നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അത് നന്നായിട്ടൊന്ന് പാകമാകുമ്പോൾ ഉണ്ടല്ലോ ഒരു ചെറിയൊരു മണം വരും, നല്ലൊരു മണം വരും വറുത്തതിൻ്റെ. അപ്പോൾ അത് ആകുമ്പോഴത്തേനും അതങ്ങോട്ട് ഓഫ് ചെയ്താൽ മതി കേട്ടോ. ആദ്യം ഒന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതായിട്ടുണ്ട്, മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് കഴുകിയിട്ട് വേണം കുക്കറിലിട്ട് വേവിക്കാൻ. ഓക്കെ, കഴുകിയെടുക്കട്ടെ കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിനകത്തിട്ട് വേവിക്കാവേ. നന്നായിട്ട് വേകണം കേട്ടോ. ഇത് നല്ല വെന്തിങ്ങനെ കുഴഞ്ഞിരിക്കുന്നതൊക്കെ രീതിയിൽ നിന്നാലേ നല്ല. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വേണ്ട, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുക, ആവശ്യത്തിന് മുളക് പൊടി. ഒത്തിരി മുളക് പൊടി വേണ്ട, എല്ലാം കുറേശ്ശെ മതിയാവും. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വേകാനായിട്ട്. ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒത്തിരി കട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും ഇതിൻ്റെ നല്ല ഒരു ടേസ്റ്റ്. ഇത്തിരി വെള്ളത്തിലായി കഴിഞ്ഞാൽ ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ നമുക്കിതിങ്ങനെ അടച്ച് വെച്ച് കുക്കറിൽ നന്നായിട്ട് വേവിക്കാൻ പോവുകയാണ്. ഓക്കെ, വേകട്ടെ കേട്ടോ. നമുക്കിതിൻ്റെ അരപ്പ് ശരിയാക്കാവേ. അപ്പോൾ തേങ്ങ ഒതുക്കിയത്, ഒരു പച്ചമുളക് ഇടുന്നുണ്ട്, കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മഞ്ഞൾപ്പൊടി, ഒരു ശക്കല മഞ്ഞൾപ്പൊടിയും കൂടി അരപ്പിൻ്റെ കൂടെ ചേർത്തേക്കാം. ശക്കല മഞ്ഞൾപ്പൊടി അരപ്പിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ പരിപ്പ് നന്നായിട്ട് കുക്കറിൽ വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാനിതൊരു ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കുക. അരച്ച് വെച്ചിരിക്കുന്നത് അരപ്പ് ചേർത്തു. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. നന്നായിട്ട് വെന്തിരിക്കുന്നതല്ലേ അരപ്പിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ പച്ചപ്പൊന്ന് മണം ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. അരപ്പൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ അരപ്പ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് ഒന്ന് ഇത് കൂട്ടി യോജിപ്പിക്കുക. നല്ല കട്ടിപ്പരിപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലാസ്റ്റത്തെ പ്രൊസീജിയർ ഇതാണ്. കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. അല്ലാതെ നെയ്യ് ചേർക്കുന്നവരും ഉണ്ട് കേട്ടോ. നെയ്യ് ചേർക്കണമെങ്കിൽ നെയ്യ് ചേർക്കാം. പച്ചവെണ്ണ. പിന്നെ കടുക് താളിക്കുന്നില്ല. കടുക് താളിക്കുകയും ചെയ്യാം. ഞാൻ കടുക് താളിക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഇതിങ്ങനെ ചെയ്തിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കടുക് താളിക്കുന്നില്ല. കടുക് താളിക്കുന്നവർക്ക് കടുക് താളിക്കാം കേട്ടോ. കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സദ്യ കട്ടിപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എൻ്റെ ചാനൽ കാണുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു.